പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 6 വ്യാഴം. പ്രധാന വാർത്തകൾ. റംസാനോടനുബന്ധിച്ച് ദാഖിലിയ മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് വിഭാഗം റെസ്റ്റോറന്റുകളിലും കഫേകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടത്തി. റംസാൻ വിഭവങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാപനങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി. ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്ക് പിഴയും 2 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. കൂടാതെ 71.5 കിലോഗ്രാം ഉപയോഗശൂന്യമായ ഭക്ഷണം കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്തു. റംസാൻ മാസത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുവരികയാണ്. നിയമവിരുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതും താമസസ്ഥലം വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നതും നിയമ നടപടികൾക്ക് വഴിവെക്കും. ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ കടയുടമയ്ക്ക് കനത്ത പിഴ ചുമത്തുകയോ ചെയ്യും. വ്യാജ കറൻസികളുമായി 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറബ് പൗരന്മാരെയാണ് ROP കഴിഞ്ഞ ദിവസം പിടികൂടിയത്. വ്യാജ പ്രാദേശിക വിദേശ കറൻസികളുമായി ഇടപാട് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികളെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഈ പ്രദേശത്ത് കള്ളനോട്ട് വിതരണം ചെയ്തതായി കണ്ടെത്തി. അറസ്റ്റിലായവർക്കെതിരായി നിയമ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും ROP അറിയിച്ചു. ലോകത്തിലെ മികച്ച 109 എയർലൈനുകളിൽ 19ാം സ്ഥാനത്തും മിഡിൽ ഈസ്റ്റിൽ 4ാം സ്ഥാനത്തും ഇടം പിടിച്ച് ഒമാൻ എയർ. എയർ ഹെൽപ്പ് വെബ്സൈറ്റ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിലാണ് ഒമാൻ മികച്ച സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. 2024 ജനുവരി ആരംഭം മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള കാലയളവിൽ ലോകമെമ്പാടുമുള്ള 54-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് ക്യാബിൻ ക്രൂ സേവനം, യാത്രാവേളയിലെ വിമാനസുഖം, വിമാന ശുചിത്വം, ഭക്ഷണ മെനുകളിലെ ഗുണനിലവാരം, വിമാനത്തിലെ വിനോദ പരിപാടികൾ എന്നിവ ഉൾപ്പെടെ 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എയർലൈനുകളെ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് അധികൃതർ വെളിപ്പെടുത്തി. റംസാൻ ആരംഭിച്ചതോടെ രാജ്യത്തിന്റെ വാണിജ്യ മേഖലയിൽ പുത്തനുണർവ്. ചെറുകിട കച്ചവട കേന്ദ്രങ്ങൾ മുതൽ ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും വരെ ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ്. സൂക്കുകളും പരമ്പരാഗത മാർക്കറ്റുകളും നേരത്തെ തന്നെ റംസാൻ മോഡിലേക്ക് കടന്നിരുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമായി പച്ചക്കറി മാർക്കറ്റുകൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉപഭോക്താക്കൾക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള വസ്തുക്കളുമായി സൂക്കുകളും സമ്പന്നമാണ്. റംസാനിൽ വീടുകൾ അലങ്കരിക്കുന്നവർക്കായി പ്രത്യേകം അലങ്കാര വസ്തുക്കളും മാളുകളിലും മറ്റും ഇപ്പോഴും സുലഭമാണ്. റംസാൻ പകുതി കഴിയുന്നതോടെ വിപണിയിൽ കൂടുതൽ ഉണർവുണ്ടാക്കുമെന്നാണ് വ്യാപാരികളും പ്രതീക്ഷിക്കുന്നത്. ഒമാനിലെ സ്വദേശികളെയും വിദേശികളെയും ലക്ഷ്യം വെച്ച് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് റംസാൻ വിപണിയിൽ എത്തിയിട്ടുള്ളത്. വിവിധ ഗവർണറേറ്റുകളിലെ വിപണികളിൽ റംസാന്റെ ആദ്യ ദിവസത്തിൽ വ്യാപകമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ത്യ, ചൈന, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ ആവശ്യക്കാർ ഏറെയാണ്. രാജ്യത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് അവരവരുടെ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളോടാണ് താൽപര്യം. അതേസമയം റംസാൻ വിപണി മുതലെടുത്ത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകും. നിയമലംഘനം കണ്ടെത്തുന്നതിന് എല്ലാവിധ വിൽപ്പന കേന്ദ്രങ്ങളിലും ശക്തമായ പരിശോധനയുണ്ടാകും. റംസാനിൽ കച്ചവടം വർദ്ധിക്കുന്നത് മുതലെടുക്കാൻ കച്ചവട കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് ഓഫറുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും മുതൽ ചെറുകിട കച്ചവടക്കാർ വരെ, കാറുകളും ക്യാഷ് പ്രൈസുകളും ഷോപ്പിംഗ് വൗച്ചറുകളും മുതൽ വൻ വിലക്കിഴിവുകൾ വരെയാണ് വ്യാപാരികൾ നൽകുന്നത്. ഇവയുടെ പരസ്യങ്ങളാലും സമ്പന്നമാണ് എവിടെയും. ലുലു ഒമാൻ ഡ്രീം ഡ്രൈവ് ഷോപ്പ് ആൻഡ് വിൻ 2025 പ്രമോഷൻ ക്യാമ്പയിന്റെ ആദ്യ 2 സൈറ്റ് വിജയികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. റംസാനിൽ ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ക്യാമ്പയിൻ മാർച്ച് 12 വരെ തുടരും. ഈ ക്യാമ്പയിൻ കാലയളവിൽ 10 റിയാലോ അതിനു മുകളിലോ സാധനങ്ങൾ വാങ്ങുന്നവർക്ക്
ഈ റാഫിളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. ഒമാനിൽ ക്യാൻസർ ചികിത്സയിൽ മുന്നേറ്റമുണ്ടാക്കുന്നതിൽ പ്രധാന നാഴികക്കല്ലാകുന്ന ആസ്റ്റർ അൽ റഫ ഇന്റർനാഷണൽ കോംപ്രഹെൻസീവ് ക്യാൻസർ കെയർ സെന്റർ മസ്കത്തിലെ ആസ്റ്റർ റോയൽ അൽ റഫ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു. GCCയിലെ 3 നിര സംയോജിത ആരോഗ്യ പരിചരണദാതാവായ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഭാഗമാണിത്. ട്രീറ്റ് ഇൻ ഒമാൻ പദ്ധതിയുടെ അവിഭാജ്യ ഘടകമായ ക്യാൻസർ സെന്റർ അതിനൂതന ഓങ്കോളജി സേവനങ്ങൾ നൽകുന്നു. ഡേ കെയർ, കീമോതെറാപ്പി സെഷനുകൾ അടക്കമുണ്ടാകും. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി രോഗികൾക്ക് വിദേശത്ത് യാത്ര ചെയ്യുന്നത് ഇതിലൂടെ കുറയ്ക്കാനാകും. നൂതന പരിശോധനാ സംവിധാനങ്ങളും വിവിധ മേഖലകളിൽ വിദഗ്ധരായവരുടെ സംഘത്തെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഴയ സ്കൂൾ ബസ്സുകൾക്ക് പകരം പുതിയ സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം പദ്ധതിയുടെ ഭാഗമായി കർവ മോട്ടോഴ്സ് ഒമാനിൽ നിർമ്മിച്ച വാഹനങ്ങൾ കൈമാറി തുടങ്ങി. പ്രതിവർഷം 1000 ബസ്സുകൾക്ക് വീതം 5 വർഷങ്ങൾ കൊണ്ട് 5000 ബസ്സുകളാണ് ലഭ്യമാക്കുക. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഉയർന്ന നിലവാരത്തിലുമുള്ളതുമായ ബസ്സുകളാണ് കർവ മോട്ടോഴ്സ് നിർമ്മിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക സംവിധാനങ്ങളും കർവ ബസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ വിവിധ സർക്കാർ ഏജൻസികൾക്കും ആവശ്യമായ ബസ്സുകൾ കർവ മോട്ടോഴ്സ് നിർമ്മിച്ചു നൽകും. പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് ബസ് ഫാക്ടറി. പുനർനിർമ്മാണത്തിന്റെ പേരിൽ ഫലസ്തീൻ ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള ഏതൊരു നീക്കത്തെയും പ്രസ്താവനകളെയും പൂർണ്ണമായും തള്ളിക്കളയുന്നതായി ഒമാൻ. ഫലസ്തീൻ വിഷയത്തിലെ സംഭവവികാസങ്ങളും ഗസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന സംഘർഷവും ചർച്ച ചെയ്യുന്നതിനായി കെയ്റോയിൽ ചേർന്ന അസാധാരണ അറബ് ഉച്ചകോടിയിലാണ് ഒമാൻ നിലപാട് വ്യക്തമാക്കിയത്. നിരവധി അറബ് രാജ്യങ്ങളിലെ നേതാക്കളുടെയും പ്രതിനിധി സംഘങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഉച്ചകോടിയിൽ ഒമാൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് നയിച്ചത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ബുസൈദി നടത്തിയ പ്രസംഗത്തിൽ പലസ്തീൻ മണ്ണിൽ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വെല്ലുവിളിയായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ നിർണായക അറബ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിൽ ഈജിപ്ത്, ഫലസ്തീൻ, ബഹ്റൈൻ എന്നിവർ നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് വിദേശകാര്യ കോമൺവെൽത്ത് വികസനകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി ഒമാൻ വിദേശകാര്യ മന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ഒമാനും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെയും നിലവിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും കുറിച്ച് യോഗം ചർച്ച ചെയ്തു. പരസ്പര താൽപര്യമുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടരാനും പിന്തുണയ്ക്കാനും ഇരുവരും താൽപര്യം പ്രകടിപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.